ജിഷൻ ആഹാരം കഴിക്കാത്തതിനെ ചൊല്ലി ഇന്ന് ലൈവിൽ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ അക്ബറുമായിട്ടുള്ള വഴക്കിനിടയിൽ ജിഷൻ വിളിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, നീയൊക്കെ ആഹാരം തരാതെ പട്ടിണിക്കിട്ട് കൊല്ലടാ, എന്നിട്ട് ഞാൻ ചത്തുപോകുമ്പം എൻ്റെ പട്ടടയെ കൊണ്ടുവന്ന് റീത്ത് വെക്കടാ നീയൊക്കെ പട്ടികളെ. ഇത്തരം കടുത്ത വാക്കുകളാണ് ഇന്ന് ലൈവിൽ മൊത്തം കേട്ടത്. ഭക്ഷണമാടാ നീയൊക്കെ നിഷേധിക്കുന്നത്, മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാതെ നീയൊക്കെ പട്ടിണിക്കിട്ട് കൊല്ലുകൂടാ നാറികളെ എന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട്. അപ്പം ഒനിൽ പറയാണ്, ഒരു കുഞ്ഞാവ് വന്നേക്കുന്നു, ഒരു കുഞ്ഞാവ, എന്തുവാടാ നീ കാണിക്കുന്നത്, നിനക്ക് നാണമില്ലടാ, നീ പോയി ആഹാരം എടുത്ത് കഴിക്കാൻ നിന്നെ ആരെങ്കിലും പിടിച്ചോടാ, അനിമൽ ഉണ്ടാക്കിയ ആഹാരത്തിന് എന്താടാ പ്രശ്നം, എല്ലാവരെക്കാട്ടിലും മുന്നേ വെജിറ്റേറിയൻകാർക്കുള്ള ഭക്ഷണം നിങ്ങൾക്കൊക്കെ വേണ്ടി അനിമൽ ഉണ്ടാക്കി വെച്ചിട്ട് നീ എന്തുകൊണ്ടാടാ ഭക്ഷണം കഴിക്കാത്തത്, അനിമൽ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എപ്പോഴും നോൺ വെജ് ഉണ്ടാക്കിയതിന് ശേഷമല്ലായിരുന്നോ ഇവിടെ വെജിറ്റേറിയൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അപ്പം നിനക്കൊക്കെ എന്തുവാ തോന്നുന്ന കണക്ക് ആഹാരം ഉണ്ടാക്കാൻ നിൻ്റെ വീടാണോ, അതൊക്കെ നിൻ്റെ വീട്ടിൽ, ഇവിടെ നടക്കത്തില്ല എന്നും പറഞ്ഞ് ഒനിൽ ഭയങ്കര ബഹളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിഷൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ, എന്നിട്ട് ജിഷൻ എന്തിനാ ഭക്ഷണം എടുക്കാൻ ചെന്നപ്പം അങ്ങനെ പറഞ്ഞത്, വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എടുത്ത് കയറ്റിടാമെന്ന് അങ്ങനെ ഒരു വാക്ക് അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് ജിഷൻ ആഹാരം എടുത്ത് കഴിക്കാത്തതിൻ്റെ കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, എല്ലാവരോടും എത്ര സ്നേഹമായിട്ടാണ് ജിഷൻ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്, ഉണ്ടാക്കി കൊടുക്കുന്നത്, അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേരം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ സംസാരിച്ചത്. അപ്പോൾ അയാൾക്കത് ഹെർട്ട് ചെയ്തു, അയാളത് ഇന്ന് കരഞ്ഞു, അയാൾ കരഞ്ഞിട്ടിരിക്കുന്നിടത്ത് എനിക്കിനി ഭക്ഷണം വേണ്ടാന്ന് ജിസേലും പറയുന്നുണ്ട്. ജിസേൽ സംസാരിക്കുമ്പോഴത്തേനും ഒനിൽ വന്നിട്ട് പറയുന്നത്, നിൻ്റെ എന്തൊരു ഹ്യൂമാനിറ്റിയാണ്, നിൻ്റെ കാര്യം വരുമ്പം മാത്രം നിനക്ക് ഈ ഹ്യൂമാനിറ്റി ഉണ്ട്, ബാക്കിയുള്ളവരുടെ കാര്യം വരുമ്പോഴെല്ലാം നിനക്ക് എന്തുവാ വേറെ സ്വഭാവം, നീ വെറും ഫേക്കാ. അക്ബർ ജിഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ആ സ്ത്രീ പറയുന്നില്ലേ അവർ വെറും ഫേക്കാ, അവരെന്തോ ഇങ്ങനെ ഇപ്പോൾ ഹ്യൂമാനിറ്റി പറയുന്നത്, അവർക്കെന്തോ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ നീ കഴിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് അവർ കഴിക്കാതിരിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ വെജിറ്റേറിയൻ ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നീടാണ് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കിയത്, അപ്പോൾ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കാരണം എന്തുവാ. സംസാരത്തിനിടയിൽ ഒന്നൊരു ചെറിയ തെറിവാക്ക് പറയുന്നുണ്ട്. അപ്പം തന്നെ ആരനത് ചോദ്യം ചെയ്തു, ഇത് ഇങ്ങനെയുള്ള തെറിവാക്ക് പറയേണ്ടെന്ന് ആവശ്യമില്ല. അങ്ങനെ ഒനിൽ സോറിയും പറയുകയുണ്ടായി ലൈവിൽ. കിച്ചൺ ടീമിലുള്ളവരാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് ഒനിൽ പറയുന്നു. അപ്പം ജിസേൽ പറയാണ്, അപ്പം നിവിൻ ഉണ്ടാക്കുന്നതോ, നിവിൻ ഉണ്ടാക്കിയിട്ടെന്താ നിങ്ങളിത് ചോദ്യം ചെയ്യത്, അപ്പോൾ പലർക്കും പല റൂളാണോ ഇവിടെ ഉള്ളത്, എന്നാൽ ഞങ്ങൾക്ക് മാത്രമേ ഈ റൂളുള്ളൂ, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിക്കൂടാൻ പറ്റാത്തത്, ഇതുവരെ ഞങ്ങളല്ലേ വെജിറ്റേറിയൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, നിങ്ങൾ നോൺ വെജ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമല്ലേ ഞങ്ങൾ വെജിറ്റേറിയൻ ഉണ്ടാക്കി, ഇന്ന് മാത്രം എന്തിനാണ് ആദ്യം കയറി വെജിറ്റേറിയൻ ഉണ്ടാക്കിയത്. ഒന്നിൽ ജിസേലിനോട് പറയുകയാണ്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി ഉണ്ടാക്കണം, ഇവിടെ പറ്റത്തില്ല, ഇത് ബിഗ് ബോസ് ഹൗസാണ്, ഇവിടെ കിച്ചൺ ടീമിലുള്ളവരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആദ്യം വെജിറ്റേറിയൻ ഉണ്ടാക്കി മാറ്റും, എന്നിട്ട് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കും, അങ്ങനെ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നവർക്ക് പ്രത്യേകം വന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇനി കിച്ചൺ ടീമിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് ഒന്നിൽ പറയുന്നുണ്ട്.